പോലീസ് സ്റ്റേഷൻ പണ്ടത്തെ പോലെയല്ല. ആ സേവനങ്ങൾ നൽകാനാണ് ഞങ്ങൾ ശമ്പളം കിട്ടുന്നത്. കുട്ടികൾ പഠിക്കുന്ന കുട്ടികളാണ് അവരുടെ മെയിൻ ടാർഗറ്റ്. നല്ല സൗകര്യം 5 ലക്ഷം വരുന്നു ഞാൻ എടുത്തു കൊടുക്കുന്നതിന് 10,000 എന്റെ കയ്യിൽ. മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ മാത്രം 11ഓളം കേസിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന ബഹുമതിയാണ്. അത് നിങ്ങൾ 2026 ഇതുപോലെ നല്ല കാര്യങ്ങൾ ഉണ്ടാവുന്ന വർഷമായി മാറട്ടെ എല്ലാവർക്കും. നമുക്കറിയാം, ഞാനിവിടെ വന്ന ശേഷം പൊതുവെ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് വിളിക്കുമ്പോൾ ഞാൻ അധികം മാറി പോവാറില്ല. എന്തെങ്കിലും വേറൊന്നുമല്ല, ഞാൻ പരിപാടികൾക്ക് ഏറ്റു കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണിക്കാണ് പരിപാടി പറഞ്ഞാൽ എന്തെങ്കിലും സ്റ്റേഷനിൽ പ്രശ്നങ്ങൾ വന്ന് എനിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പൊ എല്ലാവരും പരിപാടികൾക്ക് വിളിക്കും, ഞാൻ ഓക്കെ എന്ന് പറയും. പിന്നെ വരാൻ പറ്റാതെ ആവുമ്പോൾ വിഷമം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാകുക ചെയ്യാം. പക്ഷെ ഈ ഒരു വിഷയം കേട്ടപ്പോൾ ഞാൻ ഒഴിവാവാനേ നോക്കിയില്ല. ഞാൻ പറഞ്ഞുടനെ പറഞ്ഞു, ഞാൻ ആദ്യം വിളിക്കുന്നത് ഹുസൈൻ മാഷാണ്. അപ്പൊ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ കാര്യം സത്യസന്ധമായിട്ട് പറഞ്ഞ് ഞാൻ അറിഞ്ഞിരുന്നില്ല, അങ്ങനെ ഒരു പയ്യന് ഈ ബാൽ പുരസ്കാർ അവാർഡ് കിട്ടിയവരെ അറിഞ്ഞിരുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, മാഷെ ഇത് എന്നാ സംഭവിച്ചു ചോദിച്ചു. അപ്പൊ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മാഷെ ധൈര്യത്തിൽ വെച്ചു, ഞാൻ എന്തായാലും വരാം. കാര്യം ഇത് നമുക്കൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യം. ഒന്ന്, ഒരു കുട്ടിയുടെ ജീവൻ 2 കുട്ടികളുടെ ജീവൻ രക്ഷിച്ച ഒരു സംഭവമാണ്. രണ്ടാമത്തത്, ഈ ബാൽ പുരസ്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കുട്ടിയോട് കൊടുക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന ബഹുമതിയാണ്. അത് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കി അറിയാം. അപ്പോ നമ്മുടെ ഈ നാട്ടിൽ നിന്ന് ഒരു കുട്ടി ഈ ഒരു അവാർഡ് വാങ്ങാൻ പറഞ്ഞത് എല്ലാവർക്കും അഭിമാനിക്കാവുന്നതാണ്. നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ എന്റെ വീട് പാലക്കാട് ടൗണിലാണ്. പക്ഷെ എന്നിരുന്നാലും ഞാൻ ത്രൂ ഔട്ട് നിൽക്കുന്നത് മണ്ണാർക്കാടാണ്. അതായത് ഞാൻ ആഴ്ചയിൽ 1-2 ദിവസം പോകാറുള്ളൂ. ഇനി പോണ ദിവസമാണെങ്കിൽ രാവിലെ മുതൽ രാത്രി വരെ ഞാൻ സ്റ്റേ. അപ്പൊ എന്റെ ആദ്യത്തെ വീട് എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വീടിനെ കണക്കാക്കാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് സിദാന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ഇത് 2 ജീവൻ ഞാൻ പറഞ്ഞത് ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് ഇത് കളിക്കണ സമയത്ത് ബോൾ എടുക്കാൻ പോകും, 2 കുട്ടികൾ വൈദ്യുതി വൈദ്യുതി ആകാതെ ഇരിക്കുന്നു. 1-2 സെക്കൻഡ് കൊണ്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യം. അത് ആ സിദാൻ ആ സമയം കൊണ്ട് ചെയ്തു പറയുമ്പോൾ തന്നെ അത് ആദ്യം പറഞ്ഞല്ലോ, അത് വീട്ടിൽ നിന്ന് കിട്ടുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞ സ്വാഗത പ്രസംഗം പറഞ്ഞ പോലെ ആദ്യം നമ്മൾ ഉമ്മ ആണ് നമ്മൾ എന്താ പറയുക എല്ലാ അംഗീകാരം കൊടുക്കേണ്ടത്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു അനുമോദന ചടങ്ങ് ഇവിടെ വെച്ചതിന് ഞാൻ ആദ്യം തന്നെ ഇവിടുത്തെ ജനകീയ കൂട്ടായ്മയെ ഞാൻ പ്രശംസിക്കുക. കാര്യം കുഴപ്പമില്ലാന്ന് പറയാതെ ഇത്രയും ആൾക്കാരെ വിളിച്ചു വരുത്തി കുട്ടികൾക്ക് ഇങ്ങനൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് നാളെയും മറ്റു കുട്ടികൾക്ക് ഇത് പ്രചോദനമാവുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. എന്തായാലും നമ്മുടെ ഈ കൊച്ചു ഗ്രാമം കോട്ടോപ്പാടം എന്ന കൊച്ചു ഗ്രാമത്തിന് ഇന്ത്യയിൽ തന്നെ ഒരു ഉന്നത കുട്ടികൾക്ക് കൊടുക്കുന്ന ഉന്നത ബഹുമതി കരസ്ഥമാക്കിയ സിദാന്റെ കുടുംബത്തെയും ഞാൻ അനുമോദിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ലഹരി പറഞ്ഞു, അതുപോലെ തന്നെ നമ്മളിപ്പോ ലഹരിയെക്കാട്ടും കൂടുതൽ സ്റ്റേഷനിൽ വരുന്ന പരാതി പറഞ്ഞത് ഈ സൈബർ തട്ടിപ്പാണ്. അതായത് നമുക്കറിയാം, നമുക്കൊരു ഫോൺ വരുന്നു, ഫോൺ വന്ന് അതായത് നമ്മൾ തന്നെ വിചാരിക്കില്ല ആ സമയം കൊണ്ടാണ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പണം പോയിക്കൊണ്ടിരിക്കുന്നത്. സൈബർ തട്ടിപ്പ് ഈ പറയുന്ന ലഹരിയെ പോലെ തന്നെ മാരകമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ മാത്രം 11ഓളം കേസിൽ ഇപ്പോൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ലാസ്റ്റ് മാസം ഉണ്ടായ ഒരു സംഭവം ഞാൻ പറയാം. ഒരു 78 വയസ്സ് പ്രായമായ എയർഫോഴ്സ് റിട്ടയർ ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് അതൊരു കോള് വരുന്നു. കോള് വന്ന സമയത്ത് പറഞ്ഞു, ഞാൻ സെൻട്രൽ എക്സൈസിലെ ഉദ്യോഗസ്ഥനാണ്, നിങ്ങളുടെ പേരിൽ ഒരു പാർസൽ ഇവിടെ വന്നിട്ടുണ്ട്, അതിന് ഈ ലഹരി വസ്തുവാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി, അതിനെ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ അതിനെ പ്രതിയാക്കാമെന്ന് പറഞ്ഞു. ഈ 78 വയസ്സുള്ള ആള് റിട്ടയർ എയർഫോഴ്സുകാരാണ്. നിങ്ങൾ ആലോചിച്ചോളൂ, ഒരു എയർഫോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് കറേജ് ഒക്കെ ഉള്ള ആളായിരിക്കും. അദ്ദേഹം ആകെ പകച്ചു. അന്ന് ഉടൻ തന്നെ പറഞ്ഞു, ഞാൻ വീഡിയോ കോളിൽ വരാമെന്ന്. അങ്ങനെ വീഡിയോ കോൾ ചെയ്തു. നോക്കുമ്പോൾ ഒരു SP റാങ്കിൽ ഉദ്യോഗസ്ഥനാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ നിങ്ങളെ ഞാൻ ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്, വിർച്വൽ അറസ്റ്റ് എന്നാണ് വാക്ക് ഉപയോഗിച്ചത്. അങ്ങനെ ഈ പറയുന്ന പ്രായമായ ആൾ ആകെ പരിഭ്രാന്തനായി, എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല.
ഉടൻ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് ഇതിന്ന് ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ അക്കൗണ്ടിൽ എത്ര പണം ചോദിച്ചു. അപ്പം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ 3.5 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. അത് ഉടൻ തന്നെ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, ഞാൻ ഈ കേസ് ഉള്ളതാവും. അങ്ങനെ 3.5 ലക്ഷം രൂപ അപ്പൊ തന്നെ മുപ്പ ട്രാൻസ്ഫർ ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും പറഞ്ഞു ഇത് ഒഴിവാക്കണമെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് 5 ലക്ഷം വേണം, നിങ്ങൾ അറസ്റ്റ് ഒഴിവാക്കണമെങ്കിൽ 28 ലക്ഷം രൂപ ഒരു ദിവസം കൊണ്ട് ട്രാൻസ്ഫർ ചെയ്തു. കയ്യിലുണ്ടായിരുന്ന ഗോൾഡ് അപ്പൊ തന്നെ വൈഫിനെ വിട്ട് പണയം വെപ്പിച്ചു. അങ്ങനെ അദ്ദേഹം തന്നെ പറയണത് എങ്ങനെ നടന്നു എന്ന് അയാൾ ഈ പറഞ്ഞ ആൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല. അപ്പോ ഞാൻ എപ്പോഴും പറയാം, നമുക്ക് കോളുകൾ വരുന്ന സമയത്ത് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള തട്ടിപ്പിൽ നമ്മൾ ഇരയാവരുത്. നിങ്ങൾക്ക് ഇങ്ങനൊരു വിഷയം വന്നാൽ ആരായിക്കോട്ടെ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടാൻ പറഞ്ഞു കഴിഞ്ഞാൽ 1012 പറഞ്ഞൊരു എമർജൻസി നമ്പർ ഉണ്ട്, അല്ല 112. ആ 112 വിളിച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പോലീസ് സ്റ്റേഷനിലെ ഫോണിൽ കണക്ട് ആവും. അവിടുത്തെ ടാബ് ഉണ്ട്, ഇപ്പൊ ഞങ്ങൾക്ക് ടാബ് തന്നിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾ വിളിച്ച ലൊക്കേഷൻ നമുക്ക് ഷെയർ ചെയ്യും. 112 അതാണ് നമ്പർ. പോലീസ് എങ്ങനെ പോയാലും 10-15 മിനിറ്റ് നിങ്ങളുടെ അടുത്തെത്തും. ഇത് ഞാൻ ഒരു സംഭവം മാത്രമേ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ളൂ. ഇതിന്റെ വേറൊരു കഥയും കൂടി പറയാം. കഴിഞ്ഞ മാസം നമ്മളിങ്ങനെ അന്വേഷിച്ച സമയത്ത് പല ആൾക്കാരുടെ അക്കൗണ്ടിൽ വളരെ കൂടുതലായിട്ട് പണം വന്നതായിട്ട് നമുക്ക് മനസ്സിലായി. അത് അപ്പൊ തന്നെ വിഡ്രോവും ചെയ്യും. അങ്ങനെ ഞങ്ങളൊരു 3 ആളെ നമ്മൾ കണ്ടെത്തിയിട്ട് അവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള തട്ടിപ്പിലാവുന്ന പണം നേരിട്ട് ഈ പറയുന്ന കുറ്റകൃത്യത്തിൽ ചെയ്യുന്ന ആള് കൈപ്പറ്റും. അവരെന്ത് ചെയ്യും, ഇങ്ങനെയുള്ള സബായിട്ട് ആൾക്കാരെ കണ്ടെത്തും. അതായത് ഉദാഹരണത്തിന് ഇപ്പോ എന്റെ അടുത്ത് ഒരു ഫോൺ വരും, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 1 ലക്ഷം രൂപ വരും. 1 ലക്ഷം രൂപയ്ക്ക് 2000 രൂപ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും. ഞാനത് ഒരു 5 ലക്ഷം രൂപയ്ക്ക് 10,000 രൂപ എന്റെ അക്കൗണ്ടിൽ വരിക, ഞാൻ എടുത്ത് അയാളെ കൊടുക്കുക. അത്ര എന്റെ പണിയുള്ളൂ. നമ്മളെന്താ വിചാരിക്കുക, നല്ല സൗകര്യം, 5 ലക്ഷം വരുള്ളൂ, ഞാൻ എടുത്ത് കൊടുക്കുമ്പോൾ തന്നെ 10,000 രൂപ എന്റെ കയ്യിൽ വരും. ഇത് തട്ടിപ്പുമായി ബന്ധപ്പെട്ട പണമാണ് ഇത് വരുന്നത്. ഇങ്ങനെയുള്ള ഒരു 3 ആളെ കഴിഞ്ഞ മാസം അറസ്റ്റ് ചെയ്ത് നമ്മൾ കേസ് ഇടുക. പക്ഷേ സത്യത്തിൽ പറഞ്ഞാൽ ഈ 3 പയ്യന്മാർ, അല്ല ഒരു പയ്യനാണ് കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയാം. ബാക്കിയുള്ളവരോടൊക്കെ ഇങ്ങനെ പണം വരും പറഞ്ഞ സമയത്ത് ഇങ്ങനെയുള്ള തട്ടിപ്പ് നമ്മുടെ കുട്ടികളുടെ ഇടയിൽ നടക്കുന്നുണ്ട്. കുട്ടികൾ പഠിക്കുന്ന കുട്ടികളാണ് അവരുടെ മെയിൻ ടാർഗറ്റ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ വീട്ടിലുള്ള മക്കളോടൊക്കെ ഈ കാര്യങ്ങൾ പറയണം. അപ്പോ ഈ പറയുന്ന സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വ്യാപകമായിട്ട് അത് എല്ലാവരും അതിനൊരു അവബോധം ഉണ്ടാവും. നിങ്ങളത് സ്റ്റേഷനിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും സ്റ്റേഷനിൽ ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിങ്ങൾ അറിയിച്ചാൽ നിങ്ങൾ വേണ്ട കാര്യങ്ങൾ ചെയ്തു. ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ഞങ്ങളുടെ ഔദാര്യമല്ല. നിങ്ങൾക്ക് സേവനങ്ങൾ നൽകാനാണ് ഞങ്ങൾ ശമ്പളം തന്നെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു മടിയും വേണ്ട. പോലീസ് സ്റ്റേഷൻ പണ്ടത്തെ പോലെയല്ല, ആർക്കും എപ്പോഴും കയറി വരാം, ഏത് പരാതിയും പോലീസ് സ്റ്റേഷനിൽ വരാം. ഞങ്ങളാൽ കഴിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു. അപ്പോ എന്തായാലും ഞാൻ അധികം ദീർഘിപ്പിക്കില്ല. 2 ഉത്സവങ്ങൾ നടക്കുന്നുണ്ട്, വേങ്ങയിലും നടക്കുന്നുണ്ട്, പയ്യനടത്തും നടക്കുന്നുണ്ട്. അപ്പൊ എനിക്കൊന്ന് അവിടെ പോകാനുണ്ട്. എന്തായാലും ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുത്ത, ഇങ്ങനെ ഒരു പരിപാടി അറേഞ്ച് ചെയ്ത ഈ ജനകീയ സമിതിയും അതുപോലെ തന്നെ നമ്മുടെ നാടിന്റെയും നമുക്കും അഭിമാനം നൽകിയ സിദാനി കുടുംബത്തിന് അനുമോദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.